أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما ننزل الملائكة إلا بالحق وما كانوا إذا منظرين. إنا نحن نزلنا الذكر وإنا له لحافظون. സദഖല്ലാഹുൽ അലീം. സൂറത്തുൽ ഹിജ്റിലെ 8-9 ആയത്തുകൾ. മാ നുനസ്സിലു, നാം ഇറക്കുന്നില്ല, അൽ മലായിക്കത്ത, മലക്കുകളെ, ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് കൊണ്ടല്ലാതെ, അഥവാ ന്യായമായിട്ടല്ലാതെ, അല്ലെങ്കിൽ കാര്യത്തിലല്ലാതെ എന്നൊക്കെ അർത്ഥം. വമാ കാനു, അവരല്ല, ഇതൻ അന്നേരം, മുൻദരീൻ, സാവകാശം നൽകപ്പെടുന്നവർ, അല്ലെങ്കിൽ കാത്തു നിൽക്കപ്പെടുന്നവർ എന്നൊക്കെ അർത്ഥം. അഥവാ വെയിറ്റ് ചെയ്യുക, ഒന്നും, അതിനാണ് നമ്മൾ പറയുക വെയിറ്റ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് അന്തറ എന്ന് പറയും. എന്നുള്ള വാക്കാണ്. ഇന്നാ നഹ്നു, നിശ്ചയം നാം ആണ്, നാം, നസ്സൽന, നാം ഇറക്കി, അദ്ദിക്ര, ഈ ഉത്ബോധനത്തെ, വ ഇന്നാ, നിശ്ചയം നാം, ലഹു, അതിനെ, ലഹാഫിളൂൻ, സൂക്ഷിക്കുന്നവരുമാകുന്നു. നേരത്തെ നിഷേധികളുടെ ചില ചോദ്യങ്ങൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന്, അവരുടെ ഒരു പരിഹാസമാണ്. വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ, അല്ലയോ വേദഗ്രന്ഥം ഇറക്കപ്പെട്ടവനെ, നീ ഭ്രാന്തൻ തന്നെയാണ്. പിന്നെ ലൗമാ തഅ്തീന ബിൽ മലായിക്കത്തി ഇൻ കുന്ത മിനസ് സാദിഖീൻ, നീ സത്യസന്ധരിൽപ്പെട്ടവനാണെങ്കിൽ എന്തുകൊണ്ട് മലക്കുകളെ കൊണ്ടുവരുന്നില്ല? അതിനൊക്കെയുള്ള അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഈ 2 സൂക്തങ്ങളിലുള്ളത്. അഥവാ മലക്കുകളെ ഇറക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തമാശ കാര്യമല്ല, കാര്യത്തിലേ ഇറക്കുകയുള്ളൂ എന്നാണ്. അഥവാ അല്ലാഹു തആല തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. മലക്കുകൾ ഇറങ്ങൽ ഒന്നുകിൽ വഹി എത്തിക്കാനാണ്, അതിനെ മലക്ക് മുഖാന്തരം എത്തിക്കുകയല്ലാതെ മനുഷ്യനത് കിട്ടാൻ വേറെ വഴിയില്ല. നസല ബിഹി റൂഹുൽ അമീൻ, ഇങ്ങനെയൊക്കെ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച്, നസൽനാഹു അലാ ഇൽമിൻ, നാം അതിനെ അറിഞ്ഞിറക്കിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ മലക്കുകൾ സത്യസന്ദേശം, വഹി നബിമാർക്ക് എത്തിക്കൽ, അതാണ് മലക്കുകളുടെ ഒരു പണി, കാര്യപ്പെട്ട ഒരു പണി. രണ്ടാമത്തത്, മലക്കുകൾ ഇറങ്ങി വരൽ അള്ളാഹുവിൻ്റെ അദാബ് നടപ്പിലാക്കാനാണ്. അത് യുദ്ധത്തിൽ വിശ്വാസികളെ സഹായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വന്നതുപോലെ ഇബ്രാഹിം നബിയുടെ അടുത്ത് വന്നു, എന്നിട്ട് അവർ ലൂത്ത് നബിയുടെ ജനതയുടെ അടുത്തേക്ക് പോയി അവരെ നശിപ്പിച്ചു എന്നൊക്കെ വിശദമായി ഖുർആൻ പറയുന്നുണ്ട് പലയിടത്തായിട്ട്. അങ്ങനെയൊക്കെ വരും. ഇങ്ങനെ വരികയുള്ളൂ എന്നാണ് മാ നുനസ്സിലുൽ മലായിക്കത്ത ഇല്ലാ ബിൽ ഹഖ്. ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞാൽ കാര്യത്തിലേ വരുള്ളൂ, മലക്ക് വരേണ്ട ഒരു കാര്യമുണ്ടാകുമ്പോഴേ വരികയുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയാനൊരു പശ്ചാത്തലമുണ്ട് അവിടെ. അതെന്താണെന്ന് വെച്ചാൽ, മലക്ക് വരട്ടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സംഗതി ബോധ്യം വരാൻ വേണ്ടി ഞങ്ങളോട് മലക്ക് വന്ന് പറയട്ടെ, എന്നാലേ ബോധ്യം വരികയുള്ളൂ എന്നതിൻ്റെ പേരിലല്ല. മക്കാ മുശ്രിക്കുകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞ സംഗതിയാണ്. പക്ഷെ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തത് അവരുടെ അഹങ്കാരം കാരണവും അവരുടെ കഷ്ടനഷ്ടങ്ങളോർത്തിട്ടും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമെന്നോർത്തിട്ടുമൊക്കെയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂജഹൽ തന്നെ.
അബൂജഹലിൻ്റെ വാദം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലല്ല എന്നല്ല, ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവനായി എന്നതാണ് പ്രശ്നം. ലൗലാ ഉൻസില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിനൽ ഖറിയത്തൈനി അളീം, എന്തുകൊണ്ട് മക്കയിലെയോ തായിഫിലെയോ പ്രമുഖനായ ഒരാൾക്ക് ഇറക്കപ്പെട്ടില്ല എന്നായിരുന്നു ചോദ്യം. ഖുർആൻ തന്നെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അഹങ്കാരി ചെയ്തത് ആളുകളെ അതിൽ നിന്ന് തടയുകയും യസുദ്ദൂനാൻ സബീലില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ട്. ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത് മുടക്കുക, അതിനവരെ ഭീഷണിപ്പെടുത്തുക എന്നതുപോലെ ചെയ്തിരുന്നൊരു പണിയാണ് അവരെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ആ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി, ബോധ്യം വരാൻ വേണ്ടിയല്ല, തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി ഒരു മുടന്തൻ ചോദ്യം. ഇത് നബിയാണെങ്കിൽ ഒരു മലക്ക് അതിൻ്റെ മുമ്പിൽ വന്ന് വെളിപ്പെടുത്തട്ടെ. ഫിറോൻ മൂസാ നബിയുടെ കാര്യത്തിൽ അത് പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ നമ്മളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവരുടെ ഒരു ദുർന്യായത്തിന് വേണ്ടിയൊന്നും മലക്കുകൾ വരികയില്ല എന്നാണ് മാനുനസ്സുലുൽ മലായിക്കത്ത ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിവക്ഷ. ഇവരുടെ മുടന്തൻ, കാരണം ആളുകൾ സത്യം ബോധ്യപ്പെട്ടവർ, സത്യം എന്താണെങ്കിലും എനിക്ക് സ്വീകാര്യമാണ് എന്ന് കരുതുന്നവർ, സത്യത്തിന് കീഴ്പ്പെട്ടവർ ഈ സമയത്ത് അത് അംഗീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ, അതേ ബോധ്യം ഇവർക്കും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ മുടന്ത ന്യായങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും മലക്കുകൾ വരികയില്ല. പകരം സത്യത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, അതിന് വരും. അതുപോലെ പിന്നെ വരിക ധിക്കാരികളായ ആളുകൾ ഒരു പരിധി വിടുമ്പോൾ അവരെ നശിപ്പിക്കാൻ വേണ്ടി വരും. ഇത് രണ്ടുമാണ് കാര്യത്തിലേ വരികയുള്ളൂ ഇല്ലാ ബിൽ ഹഖ് എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ. അങ്ങനെ വന്നാലോ ഒമാക്കാനു ഇതൻ മുൻലരീൻ, ഇനി അവർ പറയും പോലെ അകമ്പടി സേവിക്കാൻ വേണ്ടി ഒരു മലക്ക് വന്നു എന്ന് വെക്കുക, എങ്കിൽ അവരുടെ കാര്യം പോക്കാണ്. അതുപോലെ തന്നെ ശിക്ഷ തീരുമാനിക്കുന്ന മലക്കുകൾ ഇറങ്ങി വന്നാലും അവരുടെ കാര്യം പോക്കാണ്. അതാണ് ഖുർആൻ വേറൊരിടത്ത് പറയുന്നുണ്ട്, വഖാലു ലൗലാ ഉൻസില അലൈഹി മലക്കുൻ, എന്തുകൊണ്ട് അവൻ്റെ മേലൊരു മലക്ക് ഇറങ്ങുന്നില്ല എന്ന് ചോദ്യത്തിന് വലൗ അൻസൽനാ മലക്കല്ല ഖുദിയൽ അംറു സുമ്മ ലാ യുൻളറൂൻ, നാം മലക്കുകളെ ഇറക്കിയിരുന്നെങ്കിൽ അവരുടെ കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞേനെ, പിന്നെ ഒരു അവധിയും അവർക്ക് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ മലക്കുകൾ നശിപ്പിക്കാൻ വന്ന ശേഷം പിന്നെ ശിക്ഷ നീട്ടിവെക്കണമെന്നൊന്നും പറഞ്ഞാലൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് മലക്ക് ശിക്ഷിക്കാൻ വരുന്നതിൻ്റെ മുമ്പ് വേണമെങ്കിൽ വിശ്വസിച്ചോളൂ എന്ന താക്കീതാണ് സൂറത്തുൽ അൻആമിലെ 8-ാമത്തെ ആയത്തിൽ പറയുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഇന്നാ നഹ്നു നസ്സൽന, നിശ്ചയം നാമാണ് ആ ദിക്റ, ഈ ഉത്ബോധനത്തെ ഇറക്കിയിരിക്കുന്നത്. നേരത്തെ അവർ പരിഹസിച്ചല്ലോ, അത് അള്ളാഹു അല്ല എന്നുള്ള ഒരു ധ്വനിയോടുകൂടിയാണല്ലോ ആ പരിഹാസമുള്ളത്. അഥവാ അവർ ഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ എന്നവർ പറഞ്ഞത് ഇത് അള്ളാഹു ഇറക്കിയതൊന്നുമല്ല എന്ന ഒരു പരിഹാസം ധ്വനിപ്പിച്ചുകൊണ്ടാണല്ലോ. അതിന് അള്ളാഹു പറയുന്ന മറുപടിയാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിങ്ങൾ പരിഹസിക്കുന്ന പോലെയൊന്നുമല്ല, ഇത് നാം തന്നെയാണ് ഇറക്കിയിട്ടുള്ളത് എന്നെടുത്തു പറയുകയാണ്. അഥവാ പരിശുദ്ധ ഖുർആനിനെ ദിക്ർ എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള, കഴിഞ്ഞ ദിവസം ആ ആയത്തിൻ്റെ കൂടെ അത് വിശദീകരിച്ചിട്ടുണ്ട്, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ബോധത്തെ പുറത്തു കൊണ്ടുവരുന്ന സാധനമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് അതിനെ ദിക്ർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഓർക്കാനും പഠിക്കാനും പിന്നീട് വഴികാട്ടിയായി സ്വീകരിക്കാനും ഒക്കെ ഉപകരിക്കുന്നതാണ്. പിന്നെ അത് പാരായണത്തിനുള്ളതാണ്, ദിക്ർ ചൊല്ലും പോലെ ചെല്ലാനുള്ളതാണ്. ഇങ്ങനെയൊക്കെ എല്ലാ നിലയിലും പരിശുദ്ധ ഖുർആൻ ദിക്റാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നിശ്ചയം നാം തന്നെ അത് സൂക്ഷിക്കുന്നവനുമാണ്. സൂക്ഷിക്കുന്നവർ എന്ന് ഹാഫിളൂൻ ബഹുവചനം ഉപയോഗിച്ചത് ഇന്ന എന്നത് ബഹുമാനിക്കാൻ വേണ്ടി, സ്വയം ബഹുമാനിക്കാൻ വേണ്ടി ബഹുവചനം ഉപയോഗിച്ചത് കൊണ്ട് അതിലേക്ക് ചേർന്ന് വരാനാണ്. അല്ലെങ്കിൽ ഇന്നി ലഹു ലഹാഫിൾ, നിശ്ചയം ഞാൻ അതിൻ്റെ സൂക്ഷിപ്പുകാരനാണ് എന്നുമാകാം. അതിനെ ബഹുവചനമാക്കിയത് ബഹുമാനിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണ്. എന്താണ് വൈന്നാ ലഹു ലഹാഫിളൂൻ എന്നതിന് ചില മുഫസ്സിറുകൾ നാം അദ്ദേഹത്തെ സൂക്ഷിക്കും, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ, നിങ്ങൾ പരിഹസിക്കുന്ന ദിക്ർ നാമാണോ
ഇറക്കിയത് വൈന്നാ ലഹു ലാഹിദൂൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ തന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്നാണ്. അല്ലാഹു യഅസിമുക മിനന്നാസ്, അള്ളാഹു താങ്കളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് ചില മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഫിറ്റായി വരുന്നത് ഖുർആനുമായി ചേർത്ത് വൈന്നാ നിശ്ചയം നാം ലഹു ആ ഖുർആനിന് ലഹാഫിളൂൻ സൂക്ഷിക്കുന്നവൻ തന്നെയാണ് എന്ന് വിശദീകരിക്കും. കാരണം ഖുർആനെ കുറിച്ചാണ് ഇവിടെ ചർച്ച. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്നത് എவ்விധമാണ് അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിൻ്റെ അടുക്കൽ, അത് ഇപ്പോൾ സൂറത്തുൽ വാഖിയയിൽ ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, അള്ളാഹുവിൻ്റെ അടുത്ത് അത് വളരെ ഭദ്രമായ രേഖയിലാണുള്ളത്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പിന്നെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പോന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുന്നത് വരെ അതിൽ വിശുദ്ധന്മാരല്ലാതെ തൊടുകയില്ല. അഥവാ യാതൊരു കളങ്കവും വരാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പക്കൽ ഖുർആനിനെ സൂക്ഷിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ സൂക്ഷിച്ച ഏടിന് തന്നെ പറഞ്ഞത് ഫീ ലൗഹിൻ മഹ്ഫൂദ്, സുരക്ഷിതമായ അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ട ഫലകത്തിലാണുള്ളത് എന്നാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ അടുത്തും അവൻ്റെ പക്കൽ നിന്ന് പോരുന്ന വഴിയിലുമൊന്നും അതിൽ യാതൊരു കലർപ്പും വരാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത വിധം ഭദ്രമാക്കിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഹിഫ്ള് ഖുർആനിൻ്റെ ഇജാസിയത്താണ്. അഥവാ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അൻ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅ്തൂന ബിമിസ്ലിഹി വലൗ കാന ബഅ്ലുഹും ലിബഅ്ലിൻ ദഹീറ, സൂറത്തുൽ ഇസ്രായിൽ 88-ാമത്തെ ആയത്ത്. അതുപോലെ മറ്റു പലയിടത്തുമുണ്ട്. മനുഷ്യരും ജിന്നും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയാലും ഇതുപോലൊന്ന് കൊണ്ടുവരാൻ കഴിയുകയില്ല. അവർ പരസ്പരം സഹായിച്ചാലും നടക്കുകയില്ല. അങ്ങനെ ഖുർആനിൻ്റെ വരികൾക്ക് പിൽക്കാലത്ത് തകരാറ് സംഭവിക്കുകയില്ല. ഖുർആനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നും വരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കള്ളത്തരങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പല ആളുകളും. കള്ള ഹദീസുകൾ ഒക്കെ ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെവി ടാസ്ക് ആകുകയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് സംഭവിച്ചത്. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല. ഒരു ഇതാണെന്ന് തെറ്റിദ്ധരിക്കാവുന്ന ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഖുർആൻ പോലും യഥാർത്ഥത്തിൽ ആർക്കും ഇറക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അജയ്യമായ, എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന ഗ്രന്ഥമാക്കി അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്തിയിരിക്കുന്നു. അതാണ് ഹിഫ്ളിലെ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത്, വേദഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. പരിശുദ്ധ ഖുർആൻ പോലെ ധാരാളമായി ആളുകൾ കാണാതെ പഠിക്കുന്ന ഒരു ഗ്രന്ഥം വേറെയില്ല. അതാണ് ഹാഫിള് എന്ന് വിളിക്കുന്നത്. ഖുർആൻ കാണാതെ പഠിച്ചവനെ മാത്രമാണ് ഹാഫിള് എന്ന് വിളിക്കുന്നത്. അഥവാ ഖുർആനിൻ്റെ നിലനിൽപ്പ് അല്ലാഹു തആല ഉറപ്പുവരുത്തിയിരിക്കുന്നു. ധാരാളം ആളുകൾ അതിങ്ങനെ കാണാതെ പഠിച്ച് ഓതിക്കൊണ്ടിരിക്കുക എന്ന ഒരു പ്രവണത, അതിൽ അള്ളാഹുവിൻ്റെ ഒരു ഉൾവിളി കൊണ്ട് ഒരു കുട്ടിക്കാലത്താണ് പലരും മിക്കവാറും ആളുകൾ ഖുർആൻ കാണാതെ പഠിക്കാറുള്ളത്. കുട്ടികൾക്ക് ഖുർആനിൻ്റെ അജയ്യതയും അത് പഠിച്ചാലുള്ള കൂലിയും ഇതൊന്നും, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളത്, അതൊന്നും തലയിൽ കയറിയിട്ടല്ലല്ലോ ഒരു കുട്ടി എനിക്ക് ഖുർആൻ കാണാതെ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പകരം എന്തോ ഒരു ഉൾവിളി, ഒരു അഭിനിവേശം ഖുർആനിനോട് തോന്നുകയാണ്. അങ്ങനെ തോന്നിയ അമുസ്ലിം കുട്ടികൾ വരെ ലോകത്തുണ്ട് ഈ കാലത്തും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഹാഫിളുകളെ സൃഷ്ടിക്കുകയാണ് ഖുർആനിൻ്റെ നിലനിൽപ്പിന് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്നത്. അവർക്കത് ഉള്ളിൽ നിന്നുള്ളൊരു തോന്നലാണ്. ആ തോന്നലുണ്ടാക്കുന്നത് അള്ളാഹുവാണ് എന്നർത്ഥം. അതുപോലെ ആ തോന്നൽ വേറെയും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് ഇത് ഒറ്റ രണ്ട് ചട്ടകൾക്കിടയിലുള്ള ഒരു പുസ്തകമാക്കാനും പിന്നീട് മുസാഫ് ഉസ്മാനി, ആളുകൾ പല ഓർഡറിൽ ആദ്യം പഠിച്ചത് ആദ്യം എഴുതി പലതരം മുസാഫുകൾ ഉണ്ടായപ്പോൾ അതൊക്കെ വാങ്ങി കത്തിച്ച് കളയുകയും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കേന്ദ്രീകരിച്ച ഏക മുസാഫ് അതിൻ്റെ കോപ്പികളെടുത്ത് എല്ലാവർക്കും കൊടുക്കുകയും, അങ്ങനെ ഒരു ഓർഡറിൽ പോലും ആദ്യത്തെ സൂറത്തേതാണ് പിന്നത്തെ സൂറത്തേതാണ് എന്ന ഒരു തർക്കം പോലും ഇല്ലാത്ത വിധം അതിനെ സംരക്ഷിക്കുവാൻ ഒക്കെ ആ കാലത്തുള്ള ആളുകൾക്ക് തോന്നിയത് പോലും ഈ ഹിഫ്ളിൻ്റെ ഭാഗമാണ്. അങ്ങനെ
ബൈഹാട്ടാക്കുകയും അതുപോലെ തന്നെ സുരക്ഷിതമാക്കുകയും ചെയ്യാനൊക്കെയുള്ള ഏർപ്പാട് അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യമാണ്. നാലാമത്തെ കാര്യവും അതിൻ്റെ ഭാഗം തന്നെയാണ്. അഥവാ മുസ്ലിം സമുദായം ഒരുപാട് അധപതനങ്ങളും ഒരുപാട് തകർച്ചകളും ഛിദ്രതകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ യാതൊരു പോറലുമേൽക്കാതെ നിലനിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഹിഫ്ള് കൊണ്ട് തന്നെയാണ്. അതും വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. ഇങ്ങനെ യാതൊരുവിധ ബാഹ്യ ഇടപെടലുമില്ലാതെ വിശുദ്ധന്മാരെ ആരും തൊടാതെ ആരും കളയാതെ മുസ്ലിം സമൂഹം എത്ര തകർച്ച ഉണ്ടായാലും ജൂതന്മാർ തൗറാത്ത് കളഞ്ഞതുപോലെ, അതുപോലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായവർ ഇഞ്ചീൽ കളഞ്ഞതുപോലെ, ബനീ ഇസ്രായേല്യർ അവരുടെ വേദഗ്രന്ഥങ്ങൾ കളഞ്ഞതുപോലെ മുസ്ലിം സമുദായം അത് കളയുകയില്ല. ഒരു വളരെ വളരെ വിലപിടിച്ച ഒരു രേഖയാണല്ലോ ഒരു സമുദായം കളഞ്ഞു കുളിച്ചത്. അതിൻ്റെ അംശങ്ങൾ പലയിടത്തുനിന്നും പെറുക്കിയെടുത്ത് അതോടൊപ്പം ചരിത്രകാരന്മാരുടെ രചനകളൊക്കെ ചേർത്ത് വെച്ച് ആരൊക്കെയോ തട്ടിക്കൂട്ടി എഴുതി ഉണ്ടാക്കിയ സാധനമാണല്ലോ ഇന്ന് ബൈബിൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് അവ്യക്തതകൾ അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതുണ്ട്. കള്ളവാചകങ്ങളുണ്ട്, സംശയമുള്ള വാചകങ്ങളുണ്ട്. ഇങ്ങനെയെല്ലാം കൂടിയുള്ളൊരു അവിയലായിട്ടാണ് ബൈബിൾ നിലനിൽക്കുന്നതെങ്കിൽ പരിശുദ്ധ ഖുർആനിന് അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ലോകത്തെവിടെ നിന്ന് വാങ്ങി വായിച്ചു നോക്കിയാലും ഒരുപോലെ കാണാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം സമുദായത്തിന് എന്തെല്ലാം തകർച്ചകൾ നേരിട്ടാലും അതൊന്നും പരിശുദ്ധ ഖുർആനിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കാതെ അത് നിലനിൽക്കുന്നത് അള്ളാഹു അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് കൊണ്ടാണ്. പണ്ഡിതന്മാർ ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ബിമോസ്തഹ്ഫിളു മിൻ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബ് സൂക്ഷിക്കാൻ ബനീ ഇസ്രായേല്യരിൽ അതിലെ പണ്ഡിതന്മാരെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഇന്നാ ലഹു ലഹാഫിളൂൻ അത് ഒരു ഉത്തരവാദിത്തമായി ആരെയും ഏൽപ്പിക്കുകയല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്ന്. ഇങ്ങനെ പലവിധത്തിൽ പരിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ നിലനിൽക്കും എന്നുള്ള ഉറപ്പ് വരുത്തലാണ് വഇന്നാ ലഹു ലഹാഫിളൂൻ, യാതൊരു കളങ്കവുമില്ലാതെ നിലനിൽക്കും എന്നാണ് വഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുർആനിൻ്റെ ഹിഫ്ളിൻ്റെ തന്നെ ഭാഗമാകുവാൻ, അത് പഠിക്കുവാനും പകർത്തുവാനും സൂക്ഷിക്കുവാനും ഒക്കെ നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ ആതിനാ മാ വഅദ്തനാ അലാ റസുലിക് വലാ തഖ്സിനാ യൗമൽ ഖിയാമah ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وأصحابه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.